ഓർമ്മ വച്ച നാൾ മുതൽ മുത്തശ്ശി കഥകളിൽ നമ്മൾ ഏറെയും കേട്ടിരുന്നത് പ്രേത കഥകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും മായാതെ മനസ്സിൽ നിൽക്കുന്നത് പ്രേത കഥകൾ തന്നെയായിരിക്കും. ദൈവമുണ്ടെങ്കിൽ ഇവിടെ പിശാചുമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. അതിനാൽ തന്നെ പ്രേത കഥകൾക്ക് എന്നും നമ്മുടെ ഇടയിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അതുപോലെ പ്രേത കഥകളും പല സവിശേഷതകൾ നിറഞ്ഞതാണ്. മനുഷ്യന്റെ ചങ്കിടിപ്പ് കൂട്ടാനുള്ള പല ടെക്നിക്കുകളും അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ആളുകളിൽ പേടി ഉണർത്താൻ ഈ കഥകളിൽ സസ്പെൻസ്, ടെൻഷൻ, ഷോക്ക് മുതലായ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പ്രേത കഥകളിൽ അത് നടക്കുന്ന സ്ഥലങ്ങളിലും വളരെയേറെ പ്രാധാന്യമുണ്ട്. മിക്ക കഥകളിലും നമ്മൾ കാണുന്ന ഒന്ന് ഒരു ശ്മശാനമോ കാടോ അല്ലെങ്കിൽ പ്രേതബാധയുള്ള വീടോ ഒക്കെയാണ്. എന്തിന് പ്രേതബാധയുള്ള വസ്തുക്കളും ഇങ്ങനെ മനുഷ്യന്റെ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവയെല്ലാം നമ്മൾ പൊതുവെ ഈ പ്രേത കഥകളിലൊക്കെ കാണുന്ന ചില കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഒരു ബുക്ക് വായിച്ചത് കാരണമുണ്ടായ ഒരു പ്രേതാനുഭവത്തെക്കുറിച്ചാണ്. തീർച്ചയായും ഇത് നിങ്ങൾക്കൊരു പുതിയ അനുഭവം തന്നെ നൽകും. ഈ അനുഭവം നമ്മളുമായി പങ്കുവച്ചിരിക്കുന്നത് എമിലിയാണ്. എമിലിക്ക് ഇപ്പോൾ 17 വയസ്സ്. എന്നാൽ അക്കാലത്ത് അവൾ ഭയങ്കര പുസ്തക വായന പ്രേമിയായിരുന്നു. സാധാരണ ഈ വായിക്കാറുള്ളതൊക്കെ ബാലരമ, ബാലഭൂമി, ഫയർ, മുത്തുച്ചിപ്പിയൊക്കെയാണ്. എമിലി പ്രൈവറ്റ് ആയിട്ടാണ് +2 പഠിച്ചത്. അവളുടെ ഓപ്പൺ സ്കൂൾ ചേർത്തല ബോയ്സ് സ്കൂളായിരുന്നു. എല്ലാ ഞായറാഴ്ച ദിവസവും അവിടെ ക്ലാസ് ഉണ്ടാകും. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം എമിലി ഓപ്പൺ ക്ലാസ്സിന് പോയി. ക്ലാസ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവൾക്കൊരു ആനുഗ്രഹം. അവളുടെ വായന കുറച്ചുകൂടെ ഒന്ന് സെറ്റപ്പ് ആക്കണമെന്ന്. ചേർത്തല ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ഒരു പുസ്തക കടയിൽ കയറി പുസ്തകം വാങ്ങി. ചെറിയ ഒരു 15 രൂപയുടെ പുസ്തകമായിരുന്നു അത്. പുസ്തകത്തിൻ്റെ പേര് ഡ്രാക്കുള പ്രഭു. ടോം സ്റ്റോക്കറുടെ ഒറിജിനൽ ഡ്രാക്കുളയുടെ ഒരു മലയാളം പരിഭാഷയായിരുന്നു അത്. പുസ്തകവുമായി വീട്ടിലെത്തിയ ഉടൻ തന്നെ എമിലി അത് വായിക്കാൻ തുടങ്ങി. അത്താഴം കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇടയ്ക്കൊന്ന് നിർത്തിയത്. അവൾ അങ്ങനെ ആ വായന തുടർന്നുകൊണ്ടേയിരുന്നു. ശരിക്കും അവൾ അതിൽ മുഴുകിപ്പോയി. സമയം കടന്നു പോയതോ അർദ്ധരാത്രിയോടടുത്തതോ ഒന്നും അവൾ അറിഞ്ഞില്ല. അങ്ങനെ എമിലി വായന അവസാനിപ്പിച്ചപ്പോൾ രാത്രി ഒരു 11:55 ആയിട്ടുണ്ടാകും. നാളെ ക്ലാസ്സിന് പോകേണ്ടതല്ലേ എന്നോർത്താണ് പെട്ടെന്ന് അവൾ ആ ബുക്ക് അടച്ചു വെച്ച് കിടക്കാനായി പോയത്. അവൾ താമസിക്കുന്നത് അവളുടെ കുടുംബ വീട്ടിലാണ്. ഏകദേശം ഒരു 10 മുറിയൊക്കെ ഉള്ള വീട്. എമിലി അടുക്കളയോട് ചേർന്ന മുറിയിലാണ് കിടക്കുന്നത്. വീട്ടുകാർ ഹാളിനോട് ചേർന്ന ഒരു മുറിയിലും. അങ്ങനെ അവൾ വളരെ പെട്ടെന്ന് തന്നെ പുതപ്പ് വിരിച്ചു കിടന്നു. വീട്ടിലെ പെൻഡുലം ക്ലോക്കിൽ കൃത്യം 12 മണി അടിച്ചു. ലൈറ്റ് കെടുത്തിയപ്പോൾ മുറിയിലാകെ ഒരു മഞ്ഞ വെളിച്ചം. ചിലപ്പോൾ കുറേ നേരമായി വായിച്ചതുകൊണ്ട് കണ്ണിന് തോന്നുന്നതാകും. ഇങ്ങനെ കരുതി എമിലി വീണ്ടും കിടന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ വായിച്ച പുസ്തകത്തിലെ രംഗങ്ങൾ അവളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങി. പെട്ടെന്നാണ് എമിലിക്ക് വല്ലാത്ത ഭയം തോന്നിയത്. അവൾ ചുറ്റുമുള്ള ശബ്ദങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചു കിടന്നു. എപ്പോഴോ അവളൊന്ന് ഉറങ്ങി. പെട്ടെന്ന് അവൾ ഞെട്ടി ഉണർന്നു. ആരോ അവളുടെ കഴുത്തിൽ ഞെക്കി പിടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവളുടെ ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഇരുട്ടായതുകൊണ്ട് ഒന്നും വ്യക്തമല്ല. ആരോ തൻ്റെ കഴുത്തിൽ ശക്തമായി പിടിച്ചിട്ടുണ്ട്. ആ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ നിരങ്ങി നീങ്ങുന്നുണ്ട്. പെട്ടെന്ന് ആ പിടിച്ചിരിക്കുന്ന വ്യക്തി അവളെ വായുവിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. എമിലി വായുവിൽ ഇപ്പോൾ അങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. പെട്ടെന്ന് ഒരു അർത്ഥനാദത്തോടെ അവൾ കണ്ണു തുറന്നു. എന്നിട്ട് അവളുടെ കഴുത്തിൽ പിടിച്ചിരിക്കുന്ന ആ കൈ എടുത്തു മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലായത്. അത് അവളുടെ കൈ തന്നെയാണ്. പക്ഷേ അവൾ ഇപ്പോഴും വായുവിൽ പൊങ്ങി നിൽക്കുന്നത് പോലെ തന്നെയാണ് അവൾക്കും തോന്നിയത്. ചുറ്റുപാടും അവൾ കണ്ണോടിച്ചു നോക്കി. അവളുടെ അരയ്ക്ക് മുകളിലുള്ള ഭാഗം കട്ടിലിൽ നിന്നും പൊങ്ങിക്കിടക്കുകയാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ എമിലി ഒന്ന് എഴുന്നേറ്റു. ആകെ വിയർത്ത് കുളിച്ചിരുന്നു. പിന്നെ അടുക്കളയിലേക്ക് ചെന്ന് വെള്ളം കുടിച്ചു. പിറ്റേന്ന് അവൾ അമ്മയോട് ഇതൊക്കെ പറഞ്ഞു. പക്ഷെ അമ്മ അവളെ നല്ല ചീത്ത പറഞ്ഞു. രാത്രി ഇതുപോലുള്ള പുസ്തകങ്ങൾ വായിച്ച് കിടക്കരുതെന്ന് പറഞ്ഞു. അതിനുശേഷവും എമിലി രാത്രി സമയങ്ങളിൽ അനേകം പുസ്തകങ്ങൾ വായിക്കുകയും പ്രേത സിനിമകൾ കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല. അന്ന് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചുവെന്നും എമിലിക്ക് അറിയില്ല.
ഈ അനുഭവം അവൾ ആരോട് പങ്കുവച്ചാലും അവരെല്ലാം പറയുന്നത് ഇത് നിന്റെ തോന്നൽ മാത്രമായിരിക്കും. ആ പുസ്തകത്തിലെ ഓരോ രംഗവും നിന്റെ മനസ്സിൽ ആഴമായി സ്പർശിച്ചിട്ടുണ്ട്. അത് നിന്റെ കൺമുൻപിൽ സംഭവിക്കുന്നത് പോലെ നിനക്ക് തോന്നിയിട്ടുണ്ടാകാം. ഇത് വളരെ സ്വാഭാവികം എന്നാണ് പലരും അവളോട് പറഞ്ഞത്. എന്തായാലും എമിലിക്കുണ്ടായ ഈ അനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അവളോട് പറയാനുള്ളത്? അത് കമന്റിൽ പറഞ്ഞാൽ മതി. അടുത്ത് ഇതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബറായ ലിയയ്ക്കുണ്ടായ ഒരനുഭവം. ലിയ താമസിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചെടിക്കുളം എന്ന പ്രദേശത്താണ്. അവളുടെ ജീവിതത്തിലുണ്ടായ യഥാർത്ഥ സംഭവമാണിത്. വർഷം 2017 നവംബർ മാസം 24 അവളുടെ മുത്തശ്ശി മരണപ്പെടുന്നു. അത് ഒരു സാധാരണ മരണമായിരുന്നില്ല. കിടപ്പിലായിട്ടാണ് മരണപ്പെട്ടത്. അതിനുശേഷം അവൾക്ക് ആ തറവാട്ടിൽ മുത്തശ്ശിയുടെ ഒരു പ്രസൻസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ വളരെ സ്വാഭാവികമാണെന്നാണ് അവൾ കരുതിയത്. ചില രാത്രികളിൽ അവരുടെ ശബ്ദത്തിൽ ലിയയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും പേര് വിളിക്കുന്നത് പോലെ കേൾക്കാൻ കഴിയും. പക്ഷേ ഇതെല്ലാം ഒരു തോന്നലാണെന്ന് തുടക്കത്തിൽ എല്ലാവരും കരുതി. അങ്ങനെ തന്നെയാണ് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതും. പക്ഷേ അത് യാഥാർത്ഥ്യമാണെന്നും അവർക്കറിയാമായിരുന്നു. നല്ല ബോധമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ 2018 ഏപ്രിൽ മാസം 9 ലിയയും കുടുംബവും വയനാടുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോയി. അന്നത്തെ രാത്രി ലിയ അവളുടെ ജീവിതത്തിൽ ഇപ്പോഴും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാത്രിയായിരുന്നു അത്. അവർ നിൽക്കുന്ന ആ വീട് ഒരു കുന്നിൻ മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കറണ്ടൊക്കെ ഇല്ലാതിരിക്കുന്നത് വളരെ സ്വാഭാവികം. അന്നത്തെ ദിവസം രാത്രിയും കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാളിൽ ഒരു പായ വിരിച്ച് എല്ലാവരും കിടന്നു. പെട്ടെന്ന് ലിയയെ ആരോ ഉറക്കത്തിൽ നിന്നും വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് പോലെ തോന്നി. അങ്ങനെ അവൾ കണ്ണു തുറന്ന് മുന്നോട്ട് നോക്കി. അവൾക്ക് മുൻപിൽ വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ നിൽക്കുന്നത് അവൾ വ്യക്തമായി കണ്ടു. അവൾ വല്ലാത്ത ആശ്ചര്യത്തോടു കൂടി ആ രൂപത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. നോക്കിയ ഉടൻ തന്നെ അവൾ വല്ലാതെ ഞെട്ടി. അത് അവളുടെ മുത്തശ്ശിയായിരുന്നു. അവൾ വ്യക്തമായി തന്നെ ആ രൂപത്തെ കണ്ടു. ഉടനെ ആ രൂപം എന്തൊക്കെയോ പിറുപിറുക്കുന്നത് പോലെ ഇടപെട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് എന്താണ് എന്ന് അവൾ കേൾക്കാനായി ശ്രമിച്ചു. അതവളുടെ അമ്മയുടെ പേരായിരുന്നു. പക്ഷെ ലിയയ്ക്ക് ആ സമയം ഭയമൊന്നും തോന്നിയില്ല. ആ സംഭവം കണ്ട ഞെട്ടലിൽ അവൾ അടുത്തുള്ളവരെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആരും ഉണർന്നില്ല. ആ ശബ്ദത്തിൻ്റെ കാഠിന്യം കൂടി കൂടി വരുന്നത് അവൾ തിരിച്ചറിഞ്ഞു. ഒരു ഘട്ടത്തിൽ ശബ്ദം സഹിക്കാനാകാതെ അവൾ 2 കൈകളും വെച്ച് ചെവികൾ അമർത്തിപ്പിടിച്ചു. പക്ഷേ ആ ശബ്ദം അവളുടെ ചെവിയിലേക്ക് ഇരച്ചു കയറുകയുണ്ടായി. പിന്നീട് ശബ്ദം ചെറുതായി ഒന്ന് കുറഞ്ഞപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. നോക്കിയപ്പോൾ ആ രൂപം ഹാളിന് തൊട്ട് മുന്നിലുള്ള ഒരു മുറിയിലേക്ക് കയറിപ്പോകുന്നതായിരുന്നു കണ്ടത്. പിന്നെ അവൾ കണ്ടത് മെല്ലെ ആ പരിസരമാകെ വലിയൊരു നിശബ്ദത കീഴടക്കിയതുപോലെ. അവൾ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. നേരം പുലർന്നയുടനെ ഇന്നലെ കണ്ട സംഭവം എല്ലാവരോടും പറഞ്ഞു. പക്ഷെ ആരും വിശ്വസിച്ചില്ല. ഇതൊക്കെ വെറും തോന്നലാണെന്ന് കരുതി. അങ്ങനെയിരിക്കെ ആ വീട്ടിലെ ബന്ധു തന്നെ ഇതേ അനുഭവം രാവിലെ ലിയയുടെ കുടുംബത്തോട് വന്ന് പറഞ്ഞു. പക്ഷേ ലിയയ്ക്ക് രാത്രി സംഭവിച്ച അനുഭവത്തെക്കുറിച്ചുള്ള ഒരു സൂചന പോലും ആരും ബന്ധുവിനോട് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ഞെട്ടലോടുകൂടി ഒരുപക്ഷെ ഇത് സത്യമായിരിക്കുമോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ ലിയയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് യഥാർത്ഥത്തിൽ നടന്നു തന്നെയാണെന്ന്. ഒരു പക്ഷേ അതവളുടെ തോന്നലാണെങ്കിൽ 2 പേർക്കും ഒരേ സമയം ഒരുപോലെയൊന്നും തോന്നുകയില്ലല്ലോ. സത്യത്തിൽ ലിയയുടെ ജീവിതത്തിൽ നടന്ന പല ഭയാനകമായ അനുഭവങ്ങളിൽ ഒന്ന് മാത്രമാണിത്. ഇന്നും ലിയയുടെ തറവാട് വീട്ടിൽ ആ ഒരു മുത്തശ്ശിയുടെ പ്രസൻസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. നമുക്ക് ഇതുപോലെ അനുഭവങ്ങൾ അയച്ചു തരുമ്പോൾ അവരുടെ അനുഭവങ്ങളിൽ ഞാൻ കോമണായി കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെയുള്ള തറവാട് വീട്, നാലുകെട്ട്, അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടുകുടുംബം, പഴയ കുടുംബ വീട്. ഇവിടെയൊക്കെയാണ് അവർ ഇങ്ങനെയുള്ള അമാനുഷികമായ അനുഭവങ്ങൾ കൂടുതലായും അനുഭവിച്ചറിഞ്ഞത്. അങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതവുമായി ഇത് റിലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ച ആ ഒരു അനുഭവം ഞങ്ങൾക്കിപ്പോൾ തന്നെ അയച്ചു തരാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ മെയിൽ ഐഡിയിലേക്ക് നിങ്ങൾക്കുണ്ടായ അമാനുഷികമായ അനുഭവങ്ങൾ അയച്ചു തരാം. നിങ്ങളുടെ പേര്, സ്ഥലം, എവിടെയാണ് ഈ ഒരു അനുഭവം ഉണ്ടായത്, ഏത് വർഷമാണ്, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വേണ്ട. നമുക്കൊരു വീഡിയോ ചെയ്യാൻ ആവശ്യമായ രീതിയിൽ ലെങ്ത് ഉള്ളതാണ് ആ ഒരു അനുഭവമെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലൂടെ നമ്മളത് പബ്ലിഷ് ചെയ്യും.
ഇന്ന് കണ്ട ഈ 2 അനുഭവങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.